ശ്രീമതി സജിനി, ഏതൊക്കെ തരത്തിലാണ് പ്രതിപക്ഷം ഇതിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും നിയമപരവും ഭരണഘടനാപരവുമായ പിശകുകൾ എന്നാണ് ഇപ്പോൾ ശ്രീ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ മുതലുള്ള ചർച്ചയിൽ ലോക്സഭയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ സ്വയം രാഷ്ട്രീയമായി തിരിച്ചടി ഏറ്റുവാങ്ങിയത്? അതിനു പിന്നിൽ ഒരു വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരിങ്ങനെ അക്കമിട്ട് നിരത്തി പറയുന്നത്. ഒരു വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് സംഭവിച്ചത്. ആ തിരിച്ചടി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇവിടെ ഭരണഘടനാ ഭേദഗതിക്ക് 3/2 ഭൂരിപക്ഷം വേണം, തർക്കമില്ലാത്ത കാര്യമാണ്. അത് ലോക്സഭയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നതുമാണ് BJPക്ക്, NDAക്ക്. അപ്പോൾ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിന് പാലിക്കുന്ന ചില രീതികളുണ്ട്. അത് വളരെ നേരത്തെ സർക്കുലേറ്റ് ചെയ്ത് എല്ലാവരുമായി ഒരു കൺസെൻസസ് സമവായത്തിലേക്ക് പോകാനൊക്കെ ശ്രമിച്ച് അങ്ങനെയാണ്. ഇത് ബില്ല് അവതരണത്തിൻ്റെ തലേന്ന് മാത്രം ആ വിവരങ്ങൾ കൊടുക്കുന്നു, ആ സർക്കുലേറ്റ് ചെയ്ത് കക്ഷി നേതാക്കളുമായി ചർച്ചയില്ല. ഇങ്ങനെ ഒന്നുമില്ലാതെ ഈ ബില്ല് അവതരിപ്പിച്ചതിലൂടെ തന്നെ ഒരു ഗൂഢപദ്ധതി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനും BJP ല്ലേ? പ്രതിപക്ഷത്തെ ഇതിൻ്റെ മറവിൽ വനിതാ ബിൽ വിരുദ്ധരാണ് എന്ന് വിളിച്ചതുകൊണ്ട് മാത്രമായോ? രാജ്യമെന്നല്ല, ലോകം കണ്ട ഏറ്റവും മികച്ച സ്ത്രീപക്ഷവാദിയും സ്ത്രീ സംരക്ഷകനുമാണ് ശ്രീ നരേന്ദ്രമോദിജി. അത് ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമല്ല. നോക്കൂ, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പരിഷ്കാരങ്ങൾ, വിപ്ലവാത്മക പരിഷ്കാരങ്ങൾ, ചുവടുവയ്പ്പുകൾ, അത് നോക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയിൽ നിന്ന് തുടങ്ങി നാഷണൽ ഡിഫൻസ് അക്കാഡമിയില് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ബാച്ച് കൊടുത്തുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളില്, രാജ്യത്തിന്റെ സമസ്ത മേഖലകളില് അവരെ ഫൈറ്റർ ജെറ്റ് പറപ്പിക്കാൻ വേണ്ടിയും അതിൽ കാക്കുവാൻ വേണ്ടിയും ഇങ്ങനെ സന്നദ്ധരാക്കുക, പ്രാപ്തരാക്കുക. എത്ര മഹത്തായ, എത്ര ബൃഹത്തായ, എത്ര വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതില് ഈ ബില്ല് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ബില്ലിന്റെ പുറത്ത്, ഈ ബില്ലിനെ കുറിച്ച് ശ്രീ ഡോക്ടർ ഗോപൻ പറഞ്ഞ കാര്യം ഇത്ര ബാലിശവും അഹാസ്യവുമാണ്. എനിക്ക് തോന്നുന്നു ശ്രീ ഗോപന്റെ പേരിന്റെ പ്രിഫിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെ PhD. താങ്കളെ പോലെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകള് ഇത്തരത്തിലുള്ള സില്ലിയായിട്ട് ഇത്തരം ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എത്ര ദയനീയമാണ്. നോക്കൂ, ഈ രാജ്യത്തെ കോടിക്കണക്കിനായിട്ടുള്ള സ്ത്രീകള് അവർക്കൊരിക്കലും ഒരു 10 വർഷത്തിന് മുമ്പ് അവർക്കൊരിക്കലും ഇത്രയും പുരോഗമനങ്ങൾ, ഇത്രയും സ്വാതന്ത്ര്യം, ഇത്തരം പദവികളെ കുറിച്ച് അവർക്ക് സ്വപ്നം പോലും സാധിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു ബില്ല്, നാരീശക്തി ബില്ല് അവതരണത്തെ അവരെത്ര ആഗ്രഹത്തോടെ, എത്രയോ അഭിമാനത്തിന് രാജ്യം മുഴുവൻ സ്ത്രീകൾ യഥാർത്ഥത്തില് ഈ ബില്ല് പാസ്സായില്ലയോ എന്നുള്ളതല്ല, മോദി സർക്കാർ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഈ ബില്ലിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അവർ വലിയ ആഘോഷങ്ങളും കേന്ദ്ര സർക്കാർ എടുക്കേണ്ട സ്റ്റെപ്സ് അതാണ്. സജിനി, അതിനൊരു ഇനിഷ്യേറ്റീവ് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് എടുത്തില്ല? ഇത്ര വലിയ മേന്മ പറയുമ്പോൾ, ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട കാര്യങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ ചോദ്യം. അത് ചെയ്തിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിനും അവരുടേതായ കൺസേൺ പറയാം, പോരായ്മകൾ. ആ ചോദ്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. കേട്ടില്ല. 2023 ആ ബില്ല് കൊണ്ടുവന്നതാണ്. അന്നായിരുന്നു ഈ യഥാർത്ഥത്തിൽ ഒരു സെൻസസ് നടക്കുകയും ഈ ജനസംഖ്യ അനുപാതത്തിൽ സീറ്റുകൾ കൂട്ടുകയും ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഇത്രയും വലിയ ഒരു രാഷ്ട്രം, ഇത്രയും കോടിക്കണക്കിനായ ജനങ്ങൾ, നമ്മൾ നടത്തുന്ന പദ്ധതികൾ, വികസന പ്രശ്നങ്ങൾ 2023 വനിതാ ബില്ല് കൊണ്ടുവന്നു. മണ്ഡല പുനർനിർണയം ആവശ്യമുണ്ട്. ഒരു നിമിഷം. അതെ, അതെന്തിനാണ് അന്ന് പറഞ്ഞത്? എന്താണ് സജിനി? 2023 വനിതാ ബില്ല് കൊണ്ടുവന്നു. 2023 സെൻസസിനെ തുടർന്ന് മണ്ഡല പുനർനിർണയവും നടപടികളും അതിന്റെ തുടർച്ചയിൽ 2029 ശേഷം വനിതാ ബില്ല് രാജ്യത്ത് നടപ്പാക്കും വിധമാണ് കേന്ദ്ര സർക്കാർ അന്ന് കാര്യം വിശദീകരിച്ചത്. പിന്നിങ്ങനെ ഇപ്പോൾ തിടുക്കത്തിൽ എന്തിനു മാറ്റമുണ്ടായി? അതൊരു ചോദ്യമല്ലേ? അതിന് മറുപടി എന്താണ്? ഇനി സഭയ്ക്കകത്ത് പറഞ്ഞത് പ്രതിപക്ഷത്തിന് തൃപ്തി അല്ലെങ്കിൽ താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അതെന്തിന്? സെൻസസുമായി ബന്ധപ്പെട്ട് സെൻസസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ. പിന്നെന്തിനാണ് ഇങ്ങനൊരു നീക്കം? അങ്ങനെയാണെങ്കിൽ ഈ നീക്കം എന്തിന്? പുനർനിർമ്മാണം നടത്തുന്നത് എന്തിനാണ് പിന്നെ ഈ നീക്കം? ഈ മണ്ഡല പുനർനിർണയം ഇത് ആദ്യമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ സെൻസസുമായി ബന്ധപ്പെട്ടിട്ട് മണ്ഡല പുനർനിർണയം ആദ്യമൊന്നുമല്ലല്ലോ. ഇത് 2002 മുതൽ 2008 വരെ നടത്തിയ ഡീലിമിറ്റേഷൻ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ, അതായത് 2001 സെൻസസിനെ ആസ്പദമാക്കിയാണല്ലോ കേരളത്തിൽ ചെയ്തത്. 1965-ലും 1977-ലും 2002 മുതൽ 2008 വരെയും അത് ചെയ്തല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ 114 നിന്ന് 133 ഇന്ന് 140 അപ്പൊ ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളല്ലല്ലോ. ഇത് ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് പ്രതിപക്ഷം, അത് CPM-ഉം കോൺഗ്രസും ഒക്കെ ചേർത്തുകൊണ്ട് നടത്തുന്ന ഈ അട്ടഹാസങ്ങളല്ലോ, അതിനൊരു ഒറ്റ കാരണമുള്ളൂ. നിങ്ങളെ
നിങ്ങളുടെ ഫലമാണ്, ആശയുടെ പരിപന്തിയാണ്. ഇത്തരത്തിലുള്ള ശരി, ബില്ലുകളൊക്കെ ഓക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഓക്കെ ഈ രാജ്യത്തെ കോടിക്കണക്കിനുള്ള സ്ത്രീകൾ മോദി സർക്കാർ നിൽക്കും, ശരി മോദി ഓക്കെ നിൽക്കും. അല്ലെങ്കിൽ തന്നെ CPM കോൺഗ്രസും ഒക്കെ ചുരുങ്ങി ഇവിടെ എത്തിയിരിക്കുന്ന